കനത്ത തോൽവിയിൽ CPM നേതൃത്വത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി ഘടകകക്ഷികൾ. വെള്ളാപ്പള്ളി നടേശനെ ചേർത്തുപിടിച്ചത് തിരിച്ചടിയുടെ ആഴം കൂട്ടി എന്ന നിലപാടാണ് RJDക്ക്. യജമാനന്മാരാണ് എന്ന സ്വയം തോന്നലിന് ജനങ്ങൾ നൽകിയ മറുപടിയാണ് തോൽവിയെന്ന് മുതിർന്ന CPI നേതാവ് K. ഇസ്മയിൽ പറഞ്ഞു. AK ശശീന്ദ്രനൊപ്പം നിന്ന CPM സംസ്ഥാന നേതൃത്വത്തിനും എലത്തൂരിലെ തോൽവിയിൽ പങ്കുണ്ട് എന്നാണ് ഒരു വിഭാഗം NCP നേതാക്കളുടെ വാദം. തോൽവിയിൽ LDFിലെ കക്ഷികൾ ഒന്നടങ്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് CPIMനെയാണ്. പാർട്ടി മുഖപത്രത്തിൽ എഡിറ്റോറിയൽ എഴുതി CPI വിമർശനത്തിന് തുടക്കം കുറിച്ചു. RJD നേതൃത്വം ഉന്നം വെക്കുന്നത് CPIMനെയും അതുവഴി LDF നേതൃത്വത്തെയുമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും കുറച്ച് മാറ്റങ്ങൾ വരണം. അതിലെ എല്ലാ പാർട്ടികൾക്കും ഒരു സമത്വബോധം വേണം മുന്നണിയിൽ. AK ശശീന്ദ്രനെ എലത്തൂരിൽ നിർത്തരുതെന്ന് അന്നേ പറഞ്ഞതല്ലേ എന്നാണ് CPIM നേതൃത്വത്തോട് NCPയിലെ തന്നെ മുതിർന്ന നേതാവായ മുക്കം മുഹമ്മദിന്റെ ചോദ്യം. ദീർഘകാലമായി രംഗത്തുള്ളതാണ്. ദീർഘകാലമായി മന്ത്രിയായി MLA ആയി ഒക്കെ ചെയ്തു. അത് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ആലോചിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാർട്ടി നേതൃനിരയിൽ സജീവമല്ലെങ്കിലും മുതിർന്ന CPI നേതാവായ K. ഇസ്മയിലും CPIMനെ പഴിച്ച് രംഗത്തെത്തി. വിജയപ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണം, അല്ലാണ്ട് നോംസ് നിശ്ചയിക്കുകയും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആളെ തീരുമാനിക്കുകയും ചെയ്യുന്ന രീതി അവലംബിക്കരുത്. സർക്കാരിനോടുള്ള വിരോധമാണ് തോൽവിക്ക് കാരണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജും പറയുന്നു. സ്വാഭാവികമായി 2 ടേം ഭരണത്തിലിരിക്കുമ്പോൾ കുറേ ആളെല്ലാം ഇനിയൊന്ന് മാറട്ടെ എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് കുറ്റം പറയാനില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.